കഴിയാൻ പറ്റിയ ഒരു റെസിപ്പി ആയിരുന്നു. പിന്നെ നമുക്കൊരു സ്നാക്സിന്റെ റെസിപ്പി നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരെണ്ണം മതി. ഞാൻ എടുക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ അളവനുസരിച്ച് നമുക്ക് മുട്ടയുടെ അളവ് നോക്കാം. ഇനി നമുക്ക് ഈ പൊട്ടിച്ചൊട്ടിച്ച മുട്ടയിലേക്ക് നമുക്കൊരു ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് വാനില എസൻസും മുട്ടയും നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബീറ്റർ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു ഫോർക്കോ സ്പൂണോ വല്ലതും വെച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ചതെടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നല്ല കണക്ക് മിക്സായി വരും. പൊടിക്കാത്ത ആകുമ്പോൾ കട്ടകട്ടായിട്ട് കിടക്കും. അത് നമുക്ക് 1 കപ്പും 1 ടേബിൾ സ്പൂണും എടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടകട്ടായിട്ട് കിടക്കാത്ത രീതിയിൽ നല്ലപോലെ തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയെങ്കിലും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് നല്ലപോലെ നമുക്ക് പതഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട മുട്ട ബിസ്ക്കറ്റിൻ്റെ അളവിൽ നമുക്ക് മൈദയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ 1.25 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഇട്ട് കൊടുക്കാം, കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ബാറ്റർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും മഞ്ഞൾപ്പൊടിയോ ഉപ്പോ പഞ്ചസാര എന്തെങ്കിലും നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വേസ്റ്റ് ആവാതെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ കേക്ക് ബാറ്ററിനെക്കാട്ടിലും കട്ടിയായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്, മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പാനിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് പതിഞ്ഞ് പോവും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി കട്ടിയായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. അധികം കട്ടിയായാൽ പൈപ്പ് ചെയ്ത് ഒഴിക്കാനും പാടാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എടുക്കാം. അടുത്ത ഗ്യാസിലേക്ക് നമുക്കൊരു അലൂമിനിയം പാത്രമോ ഇല്ലെങ്കിൽ ഒരു അടപ്പോ എന്തെങ്കിലും എടുത്ത് ഗ്യാസിലേക്ക് വയ്ക്കാം. നമ്മൾ ഡയറക്റ്റായിട്ട് എന്തായാലും വെക്കണ്ട പാത്രം, കാര്യം കരിഞ്ഞുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് എന്നിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ല് എല്ലാം കയ്യിലുണ്ടെങ്കിൽ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളവി കിട്ടും. ഞാൻ നോർമലായിട്ടുള്ള സാധാ ദോശക്കല്ലാണ് എടുക്കുന്നത്. ഇനി നമുക്കടുത്ത പൈപ്പ് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ മാവ് ഒഴിച്ച് വെക്കാൻ വേണ്ടി പൈപ്പിംഗ് ബാഗ് വേണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതിനാൽ തന്നെ നമ്മൾ എണ്ണ കവറോ മിൽമ പാലിൻ്റെ കവറോ അങ്ങനെയൊക്കെ എടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു എണ്ണയുടെ കവറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ അതിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് അധികം ഫില്ല് ചെയ്യാൻ നിൽക്കേണ്ട, കുറച്ച് ഫില്ല് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഓവറായിട്ട് ഫില്ലായി കഴിഞ്ഞാൽ എല്ലാം കൂടി അവിടെ നിന്ന് എല്ലാം പോകും. പിന്നെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ വേറൊരു സൈഡിൽ നിന്ന് ജസ്റ്റ് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതാണ് നമ്മളിനി പൈപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളൊരു ദോശക്കല്ല് ഗ്യാസിൽ വെക്കേണ്ട, നമ്മളല്ലാതെ നോർമലായിട്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു എണ്ണ കുറച്ച് തൂവി കൊടുക്കാം. എല്ലായിടവും നല്ല കണക്ക് തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചായിട്ട് എന്താ പറയുക, ഒരു വെള്ളത്തുള്ളി കണക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒഴിച്ചപ്പോഴേക്കും ആദ്യത്തെയൊക്കെ ഒന്ന് പാളിപ്പോയെങ്കിലും പിന്നെയൊക്കെ സൂപ്പറായിട്ട് വന്നു കേട്ടോ. ആദ്യത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ആയിപ്പോയി, കൂടിപ്പോയി ബാറ്ററൊക്കെ ഒഴിച്ചത്. അപ്പോൾ നമ്മളതിന് ശേഷം 3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാര്യം നമുക്ക് എയർ ബബിൾസ് കയറി നമുക്കത് മൊത്തം ഹോളാവാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ദോശക്കല്ലെടുത്ത് നമ്മുടെ ആ ഒരു അലൂമിനിയം പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. ഒരു അടപ്പ് യൂസ് ചെയ്യുന്ന അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5-10 ട്രിപ്പ് ഒഴിക്കാൻ കാണും കേട്ടോ നമ്മുടെ ബാറ്റർ. വീഡിയോയിൽ കാണുന്നതൊന്നും അല്ല കേട്ടോ, നല്ല കളറാണ്. നമുക്കൊരു 16 to 17 മിനിറ്റ് അത് കുക്ക് ചെയ്യാൻ വെക്കാം. ഒരു യെല്ലോ കളറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മുട്ട ബിസ്ക്കറ്റിന് കാണുക. എല്ലാവർക്കും അറിയാമല്ലേ, കുറച്ച് നൊസ്റ്റാൾജിയാണല്ലേ. ഇപ്പോഴും മിക്ക ബേക്കറികളിലൊക്കെ ഉള്ളൊരു ഐറ്റം തന്നെയാണ് മുട്ട ബിസ്ക്കറ്റ്. ഇതങ്ങനെ തിരിച്ചിടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇരുന്നങ്ങ് വേവും. അങ്ങനെ ഇരുന്ന് വെന്തതിന് ശേഷം നമ്മുടെ അടി മുഴുവൻ ബ്രൗൺ കളറായി വരും. അത്ര കരിയും ചെയ്യരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂത്തേൻ്റെ കളറാണ് ആ ബ്രൗൺ കളറായിട്ട് വരുന്നത്. ഇതുപോലെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ അപ്പോഴേ ഇളകി വരും കേട്ടോ. കാര്യം നമ്മൾ ആ ബാറ്ററിലും ഓയിൽ ഒഴിച്ചു. പിന്നെ നമ്മൾ മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ അതിനകത്ത് എണ്ണ തൂവി. പിന്നെ ഇതുപോലെ നമ്മൾ അങ്ങനെ
ഇളക്കി ഇട്ടിട്ട് കാണിക്കുന്നതൊന്നും അല്ല കേട്ടോ, റിയൽ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഓയിലൊക്കെ പുരട്ടി നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുന്ന കണക്കൊന്നുമല്ല, ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ബിസ്ക്കറ്റ്. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ നല്ല ഹാർഡായിട്ട് വരും. ഹാർഡെന്ന് പറയുമ്പോൾ നമ്മളൊരു ബിസ്ക്കറ്റ് അടിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ മൊത്തം മുട്ട ബിസ്ക്കറ്റും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാക്കിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചില്ലെങ്കിൽ അത് എന്താ പറയുക, ഇപ്പോൾ തണുത്ത് പോകാൻ ഉള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമാണ് കേട്ടോ ഈ മുട്ട ബിസ്ക്കറ്റ്. അപ്പം ഇതാ കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ അടിപൊളി മുട്ട ബിസ്ക്കറ്റ് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് മീ അനാമിക ജാഫ് സൈനിങ് ഓഫ്. ബൈ.